ഇതാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ കർത്താവ് നമ്മളോടും ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കും, അതെല്ലാം വേണം. അതിൻ്റെ ഒപ്പം കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് അങ്ങയെ കാണാൻ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ, അതിനനുസരിച്ച് എനിക്ക് എന്നെ തന്നെ എൻ്റെ ഇഷ്ടങ്ങളുടെയും സ്വാർത്ഥതയുടെയും ഇടങ്ങളൊക്കെ വിട്ടിട്ട് എനിക്ക് സ്നേഹത്തിൻ്റെ വീടെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധയായിട്ടുള്ള എൻ്റെ അമ്മയായ സഭയോട് ചേർന്ന്, എൻ്റെ പള്ളിയോട് ചേർന്ന്, എൻ്റെ സമൂഹത്തോട് ചേർന്ന് എനിക്ക് അങ്ങയെ അനുഗമിക്കാനുള്ള കാഴ്ച കിട്ടണം. പ്രിയമുള്ളവരെ, ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തുടർന്നും ഈ നൊവേനയിൽ ഏറ്റവും സജീവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും താല്പര്യത്തോടെ ബർത്തമിയൂസ് ഇന്ന് കർത്താവിനോട് നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചതുപോലെ തുടർന്നും ഈ നൊവേനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിന് വേണ്ടി, ഇന്ന് നൊവേന നടത്തുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി, അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, അവിടുത്തെ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥത ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾക്കൊരുമിച്ച് സ്നേഹത്തിൻ്റെ ഇടങ്ങളിലേക്ക്, അങ്ങയിലേക്ക്, ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഒക്കെ തീർത്ഥാടനം ചെയ്യണം. ആ അനുഗ്രഹത്തിന് വേണ്ടി, യഥാർത്ഥ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നൊവേന നമുക്ക് തുടരാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ, നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ, പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദനു സമ്മോദം, നിറച്ച പാവനതീരാക്കാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിനുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ, നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിലുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ, വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, തരയുടെ ശാശ്വത ലവണം നീ,
ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ നേശമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ നാഥാ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ നേശമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ. മിശിഹാ കർത്താവേ, നരകുലപാലകനേ, ഞങ്ങളടച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ, പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം, പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ബെനഡിക്ട് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ, പാപത്തിൻ പാതകൾ ഉണരാതെ, ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പരിമലരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ, ധരയിന്മേൽ മത്തിനു മാതൃക നീ, വിനയമുടെ വന്ദനമരുളുന്നു. ലോകത്തിൻ വഴികളിലുഴലാതെ, പാപത്തിൻ പാതകൾ ഉണരാതെ, ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നും നരകവാദികൾ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്നും കൽപ്പിച്ചരുളിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം ശ്രവിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധ ക്ഷുദ്രജീവികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷിച്ച് പരിപാലിക്കണമേ. അങ്ങേ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബലി ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ
രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. സ്ലീഹന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടി ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാനും അവസാനം വിശുദ്ധന്മാരോടും രക്തസാക്ഷികളോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ തൃത്വിക ദൈവത്തെ അനവരതം സ്തുതിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നൊവേന തിരുക്കർമ്മങ്ങളും ഏറ്റെടുത്തത് നേരത്തെ അറിയിച്ചതുപോലെ ദുബായ് തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളെ അവരുടെ അത്താണിയായിക്കൊണ്ട് മണലാരണ്യത്തിൽ പ്രവർത്തിച്ച് ജോലി ചെയ്താണ്, കഠിനാധ്വാനം ചെയ്താണ് അവർ നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. അവരോടുള്ള പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തെ അറിയിക്കുകയാണ്. അവരുടെ പ്രതിനിധികളായിട്ട് കുറച്ച് സഹോദരങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. 75ഓളം ദുബായിലും അബുദാബിയിലും ഷാർജയിലും ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഇന്നത്തെ നൊവേന ഏറ്റെടുത്ത് നടത്തിയത്. അവർ ഈ ദിവസം ഈ സമയത്ത് അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഈ നൊവേനയിൽ ആത്മന പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയും തമ്പുരാൻ്റെ സന്നിധിയിൽ അവരെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി അവർ ചെയ്യുന്ന അധ്വാനം ദൈവം കൂടുതൽ ഫലദായകമാക്കട്ടെ. ഇന്ന് ഈ നൊവേന ഇത്ര ഭംഗിയായിട്ട് ആഘോഷപൂർവ്വം നടത്തുമ്പോൾ അതോടൊപ്പം തന്നെ അവർ നമ്മുടെ സമൂഹത്തിലെ 5 പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുവാനും കൂടെ സന്നദ്ധത കാണിച്ചിട്ടുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷവും അവരത് ചെയ്തിരുന്നു. ഈ വർഷവും കൂടുതൽ നന്നായിട്ട് തന്നെ അവർക്ക് ആവുന്ന രീതിയിൽ 5 കുടുംബങ്ങളെ അവർ സഹായിക്കാണ്ട് മനസ്സ് കാണിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകമായിട്ട് നമ്മുടെ നാടിൻ്റെ പേരിൽ, ഇടവകയുടെ പേരിൽ പ്രത്യേകമായി അവർക്ക് നന്ദിയും സ്നേഹവും ഒപ്പം അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് അവരുടെ ചെറിയ പാരിതോഷികം നൽകുന്നു. Mother Superior Devadan Center Kanyu, Mr. Shibu Jose Devasangudi Chengal, Mrs. Shanti Shangundi Kachapalli, Sadish Shangundi Kachapalli, Mrs. Sheba Anthony Chetungal Turavangara, Mr. Varid Devasangudi Karimati Parathetta, ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ഇത് തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ തിരുക്കർമ്മങ്ങൾ നമുക്ക് വേണ്ടി നടത്തിയ ബഹുമാനപ്പെട്ട തോമസ് നഗമിൽ അച്ഛനും മൊമെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഓഫ് ദുബായ് കമ്മ്യൂണിറ്റിയെ ക്ഷണിക്കുന്നു.